നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം രണ്ടാമത്തെ റൂമിൻ്റെ അവിടെ നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ടില്ല, ചെക്കൗട്ട് ചെയ്യുന്നേ ഉള്ളൂ. രാവിലെ എണീച്ച് ഒരു ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ ഒന്ന് മുകളിലേക്ക് ഒന്ന് പോവാണ്. അപ്പോൾ നമുക്ക് ചായ കുടിക്കാനും പോവാം. നമ്മളിപ്പം ചായ കുടിക്കാൻ വേണ്ടി പോകുമ്പം കണ്ട കാഴ്ചയാണിത്. റഷു തന്നെ മൊത്തം ആ കൊമ്പ് അങ്ങനത്തെ കാളയില്ല. ആ പക്ഷെ കാളേന്റെ പോലത്തെ എരുമയുണ്ട് കേട്ടോ. അതാ നമ്മളിപ്പോൾ ഉള്ളത് കൂക്കാൽ ലേക്കും കഴിഞ്ഞ് മുകളിലേക്ക് വന്ന് കുറച്ച് വലിയൊരു കയറ്റം ഹെയർപിന്ന് പോലത്തെ ഒരു 2 വളവുണ്ട്. അതും കഴിഞ്ഞ് വരുമ്പോൾ ഉള്ള ടൗണാണിത്. നമ്മളിപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്നിട്ടാണുള്ളത്. നമ്മൾ കോയി വന്നിട്ടില്ല, ബാക്കി നമ്മൾ 4 പേരുണ്ട്. അവൻ എണീച്ചിട്ടില്ല. നമ്മൾ ഇവിടുന്ന് ചായ കുടിച്ചിട്ട് നമ്മൾ നേരെ ആദ്യം റൂമിലേക്ക് പോയി നമ്മുടെ സാധനങ്ങളെല്ലാം എടുത്ത് ചെക്കൗട്ട് ചെയ്ത് നമ്മൾ ആദ്യം ഇങ്ങോട്ടേക്ക് തന്നെ വരും. നമ്മൾ 3ാമത്തെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് നമുക്ക് കുറച്ച് ട്രെക്ക് ചെയ്ത് വേണം നമുക്ക് പോകാൻ വേണ്ടി. നമ്മളൊരു 1.5 കിലോമീറ്റർ ട്രെക്ക് ചെയ്തിട്ട് വേണം കയറാൻ വേണ്ടി. അപ്പം നമ്മളോട് അവിടുത്തെ ആൾക്കാർ പറഞ്ഞ സ്ഥലം ഇതാണ്. നമ്മളിപ്പോൾ ഈ ചായ കുടിക്കുന്ന ഈ ചായക്കടയിൽ എത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മളിവിടെ എത്തുമ്പോഴാണ് നമ്മൾ അറിഞ്ഞത്. ഒരു കടയുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കടയിൽ തന്നെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് ഈ കട തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിനി ആദ്യം സാധനങ്ങൾ എടുത്തിട്ട് ഇങ്ങോട്ടേക്കാണ് വരേണ്ടത്. നമ്മളിപ്പം ഇവിടുന്ന് ചായ കുടിച്ചു ഓൾറെഡി. നമ്മൾ പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. മാഗി പറഞ്ഞിട്ടുണ്ട്. ഈ 2 ചേച്ചിമാരും മലയാളീസാണ്. പാസല് അപ്പം നമ്മൾ ഇതിലേ വേണം പോകാൻ വേണ്ടി. അപ്പം ഇതിലേ നമുക്ക് പോകാൻ വഴിയും കാര്യങ്ങളും അറിയൊന്നുമില്ല. ഇവിടെ എത്തിയിട്ട് ഒരാൾ വിളിക്കാനാണ് പറഞ്ഞത്. അപ്പം ഇവിടുന്ന് നമുക്കൊരു അരമണിക്കൂർ ഒരു കാട്ടിക്കൂടെ ട്രെക്ക് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പം ഒരാൾ വരും. അപ്പം അയാൾ വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകും റൂമിലേക്ക്. അപ്പം നമുക്കിനി ചെക്കൗട്ടെല്ലാം ചെയ്ത് കാണാം. ഫുഡ് വന്നിട്ടുണ്ട്. ഇപ്പം നല്ല മാഗി വന്ന് ഞാൻ മാഗി കഴിച്ച് നമ്മൾ നേരെ റൂമിൽ പോകാൻ ചെക്കൗട്ട് ചെയ്ത് അടുത്തടുത്തേക്ക്. ഈ റോഡ് കൂക്കാലിലേക്ക് പോകേണ്ട റോഡാണ്. ഇത് ഭയങ്കര ചെറിയ റോഡാണ്. നമ്മൾ പൂണ്ടിയിലേക്കൊക്കെ പോകുന്ന റോഡിനെക്കാട്ടും ചെറിയ റോഡാണ്. അപ്പോൾ ഇതിൽ വണ്ടിയും കൊണ്ടെല്ലാം വരുന്നവർ നല്ലോണം ശ്രദ്ധിച്ച് വേണം വരാൻ വേണ്ടി. ഭയങ്കര ഇടുങ്ങിയ റോഡാണ്. ഫുഡ് കഴിച്ച് നമ്മുടെ ഗൈഡിനെ വിളിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പുള്ളി നമ്മളെ അങ്ങോട്ടേക്ക് ഡ്രോപ്പ് ചെയ്യും. പുള്ളി നമ്മളെ അങ്ങോട്ടേക്ക് ഡ്രോപ്പ് ചെയ്യും നമ്മുടെ റൂമിലേക്ക്. കാരണം നമ്മൾ ഫോറസ്റ്റിൽ കൂടെ ഒരു 1 കിലോമീറ്റർ നടന്നിട്ട് വേണം നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്താൻ വേണ്ടി, നമ്മുടെ സ്റ്റേ അങ്ങോട്ട് എത്താൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കാട്ടിക്കൂടെ പോകുന്നതെല്ലാം കാണിച്ചു തരാം. നമ്മൾ നേരത്തെ ചായ കുടിച്ച ഹോട്ടലിൽ നിന്ന് തന്നെ ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മളിപ്പോൾ നേരെ കാണുന്ന ആ റെഡ് ചെയറൊക്കെ ഇട്ടിട്ടുള്ള ഹോട്ടലാണ് നമ്മൾ രാവിലെ ചായ കുടിച്ചത്. നമ്മൾ ഇവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഇവിടെ വന്നിട്ട് നമുക്ക് ആകെ ഉണ്ടായിരുന്ന വിഷമം പറയുന്നത് പകൽ നമ്മൾ കോട കണ്ടില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉണ്ടായിട്ടു. ഇപ്പം അത് തീർന്നു കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഉച്ച സമയമാണ്. ഇപ്പം നല്ല കോടയെല്ലാം കയറി വരുന്നുണ്ട്. നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ആ ഗൈഡിനെ വെയിറ്റ് ചെയ്യുവാണ്. ഗൈഡ് വന്നിട്ട് നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. ഗൈഡ് പറഞ്ഞു നമുക്കൊരു 1 കിലോമീറ്റർ ജീപ്പിൽ പോകാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നടക്കാനുള്ളൂ. അപ്പം ജീപ്പിന് നമ്മൾ അവിടം വരെ പോകുന്നതിന് നമ്മൾ 500 രൂപയായിട്ടും കൊടുക്കണം. അത് കൊടുത്ത് നമ്മൾ പോകാമെന്ന് വെച്ചു. അങ്ങോട്ടേക്ക് കയറ്റമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ജീപ്പിൽ പോകാമെന്ന് വെച്ചു.
നമ്മുടെ സ്റ്റേ 1.5 കിലോമീറ്റർ നടന്നു പോകേണ്ട അങ്ങോട്ടേക്ക് നമ്മളിപ്പോൾ പോകാൻ തുടങ്ങുവാണ്. നമ്മൾ ഒരു 1 കിലോമീറ്റർ നമ്മൾ ജീപ്പിൽ പോവാണ്. അവിടെ നിന്ന് 1 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ നടക്കാൻ പോകുന്നത്. അപ്പം ഇപ്പോൾ ഇവിടുന്ന് ഒരു ആൾ നമ്മളെ ആക്കും അങ്ങോട്ടേക്ക് 1 കിലോമീറ്റർ. നമ്മൾ പോകാൻ പോകുന്ന ഈ ജീപ്പിലാണ് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഈ ജീപ്പിലാണ് പോകുന്നത്. നമ്മൾ എന്താ സാധനങ്ങളെല്ലാം ഇതിനകത്ത് വെച്ചിട്ട് നമ്മൾ വീട്ടിലാണ് പോകാൻ തുടങ്ങുന്നത്. എല്ലാവരും കയറി ഇരുന്നിട്ടുണ്ട്. എന്താ നമ്മളങ്ങനെ മുകളിലെത്തി. ഇനി നമ്മൾ നടക്കാൻ തുടങ്ങുവാണ്. നമ്മൾ ബാക്കിൽ നിന്ന് നമ്മുടെ ബാഗും കാര്യങ്ങളെല്ലാം എടുത്ത് നമ്മളിപ്പോൾ നടക്കാൻ പോവാണ്. ഇതാണ് ഈ ജീപ്പ് നിർത്തിയെടുത്തുന്നുള്ളൊരു വ്യൂ. ഇത് സത്യം പറഞ്ഞാൽ ഫോറസ്റ്റ് ഒന്നും അല്ല. ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാക്കിയത്. നല്ല തെളിവുള്ള സ്ഥലത്തൂടെ തന്നെയാണ് നമ്മൾ നടന്നു പോകുന്നത്. നമ്മളിപ്പോൾ ഇവിടെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലങ്ങ് നടന്ന് കുറച്ചങ്ങ് ഈ ഒരു കയറ്റം കയറി പിന്നെ കുറച്ചൊരു ഇറക്കം കൂടെ ഇറങ്ങാനുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതും കൂടെ എത്തിക്കഴിഞ്ഞാൽ സ്റ്റേ എത്തി. നമ്മളൊരു എത്രയോ കിലോമീറ്റർ ചുറ്റളവിൽ ഈ ഏരിയയിൽ നമ്മൾ മാത്രമേ ഉള്ളൂ ഇന്ന് രാത്രി. നാളെ ഒരു 10-11 മണിയാകുമ്പോൾ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യും. നമ്മുടെ ഗൈഡ് നമ്മളെ കൂടെ തന്നെ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ അയാളെ അവിടെ ആക്കിയിട്ട് പിന്നെ നമുക്ക് രാത്രി ഫുഡ് കൊണ്ടുവരാൻ വേണ്ടി അയാൾ രാത്രി വരും. ഫുഡ് എന്താ വേണ്ടതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചപ്പാത്തിയും ചിക്കൻ കറിയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അങ്ങനെ നമ്മുടെ കയറ്റം കയറി കഴിഞ്ഞു. ഇനി നമുക്ക് ഇറങ്ങാനുള്ളത് ഇറക്കമാണ്. ഈ ഇറക്കം ഇറങ്ങി തീരുന്നത് നമ്മുടെ റൂമിലേക്കാണ്. നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ നമ്മൾ സ്റ്റേ ചെയ്യാൻ വരുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, പിന്നെ അനാവശ്യ സാധനങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ലഗേജ് നമ്മൾ കുറേ നമ്മുടെ സാധനങ്ങളൊക്കെ വേറൊരു ബാഗിലേക്കാക്കി വണ്ടിയിൽ വെച്ചിട്ടാണുള്ളത്. കാരണം ട്രെക്ക് ചെയ്ത് പോകേണ്ടതുകൊണ്ട് ലഗേജ് കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ് നടക്കുമ്പോഴും കാര്യങ്ങളൊക്കെ. ഈ താഴേക്ക് ഇറങ്ങേണ്ടതെല്ലാം സ്ലിപ്പാവുന്ന ഒരു സംഭവമാണ്. നമ്മളങ്ങനെ നമ്മുടെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ റൂം. നമ്മൾ ഈ റൂം ഇവിടെ എടുക്കാൻ കാരണം ഈ വ്യൂ ആണ്. റൂമിൻ്റെ വെളിയിൽ നിന്ന് നോക്കിയാലും അതൊരു വ്യൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ റൂം എടുത്തത് തന്നെ. അപ്പം നമ്മൾ റൂമിലെത്തിയിട്ട് ഞാൻ റൂമിൻ്റെ ഉള്ളും പിന്നെ റൂമിൻ്റെ വെളിയിൽ നിന്നുള്ള കാഴ്ചകളും കാണിച്ചു തരാം. എല്ലാവരും വന്നപാടെ വ്യൂ ആസ്വദിച്ച് ഇരിക്കുന്നുണ്ട്. മാട്ടിപ്പുറത്തിരുന്ന് കോയി അപ്പുറത്തേക്ക് പോയി കൂട്ടനെല്ലാം സാധനങ്ങളെല്ലാം എടുത്ത് അകത്തേക്ക് വെക്കുന്നുണ്ട്. അപ്പം നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്ഥലത്തെത്തി, റൂമിലെത്തി. എൻ്റെ ഈ ബാക്കിൽ കാണുന്നതാണ് റൂം. ഇതിൻ്റെ ചുറ്റും ഇതിൻ്റെ ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ചുറ്റളവിൽ വേറെ ആരുമില്ല. നമ്മൾ മാത്രമേ നിലവിലുള്ളൂ. ഇപ്പം ഒന്ന് കൂവി വിളിച്ചാൽ പോലും ആരും കേൾക്കില്ല. അപ്പം രാത്രി ഈ കെയർടേക്കർ നമ്മുടെ അടുത്ത് ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. പിന്നെ രാത്രി അയാൾ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പിന്നെ ക്യാമ്പ് ഫയർ ഉണ്ട്. ഇവിടെ നമ്മൾ രാത്രി ക്യാമ്പ് ഫയർ സെറ്റാക്കും. ഇപ്പം ഞാൻ റൂമും സംഭവങ്ങളെല്ലാം കാണിച്ചു തരാം. നമുക്ക് ഇരിക്കാനുള്ള ചെയറുണ്ട് ഇവിടെ. പിന്നെ കിടക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ. ഒരു ഇതിൽ നമുക്ക് 2 പേർക്ക് വെച്ച് കിടക്കാം. കിടക്കാനുള്ള സൗകര്യം ഉണ്ട് ഇവിടെ. നമ്മൾ നിലവിൽ 5 പേരാണ് ഉള്ളത്. പിന്നെ മറ്റൊരു പ്രത്യേകത, ഇവിടെ വേറൊരു വ്യൂ ഉണ്ട്. ഇത് ഈ റൂമിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. പിന്നെ ഞാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പുറത്തെ വ്യൂ കാണിച്ചു തരാം. ഇങ്ങനെയാണ്
ഇങ്ങനെയാണ് പുറത്തെ വ്യൂ. നമ്മളങ്ങനെ ക്യാമ്പ് ഫയർ സംഭവം എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ നല്ല ഹൈറ്റിൽ നിൽക്കുന്നതുകൊണ്ട് നല്ല തണുപ്പാണ്. നമുക്ക് ഒരു തരത്തിലും നമുക്ക് നിൽക്കാൻ പറ്റാത്ത അത്രയും നല്ല തണുപ്പാണ്. ഞാനെല്ലാം 3-4 ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് തന്നെ. അങ്ങനെ രാവിലെ തന്നെ ഞാൻ എണീച്ചിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഞാൻ ഒരു 6-6:30 ആകുമ്പോൾ ഞാൻ എണീച്ചു. ബാക്കി ആരും എണീച്ചിട്ടില്ല, എല്ലാവരും എണീച്ച് വരുന്നേ ഉള്ളൂ. രാവിലെ എണീക്കുമ്പം നമുക്ക് കാണാൻ സാധിക്കുന്ന കാഴ്ചയാണിത്. ഇന്നലെ നമ്മൾ ഇവിടെ വന്നിട്ട് ഈ മലയും സംഭവങ്ങളും ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല മര്യാദയ്ക്ക്, കാരണം ഫുൾ കോടയായിരുന്നു. സമയം ഇപ്പം ഏകദേശം 11 മണിയൊക്കെ ആയി. നമ്മളപ്പം ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യുവാണ്. നമ്മുടെ കെയർ ടേക്കർ നമുക്ക് ഫുഡെല്ലാം കൊണ്ടുവന്നായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിച്ച് നമ്മൾ ഇവിടുന്ന് പയ്യെ നമ്മുടെ ലഗേജ് നമ്മളങ്ങനെ വെക്കേറ്റെല്ലാം ചെയ്ത് തിരിച്ച് ടൗൺ എത്താറായി. നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ ജീപ്പ് സർവീസ് ഒന്നും എടുത്തിട്ടൊന്നുമില്ല, നടക്കാവുന്നേ ഉള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ നടക്കാമെന്ന് വെച്ച് നമ്മൾ അങ്ങനെ നമ്മുടെ ലഗേജ് സംഭവങ്ങളെല്ലാം നമ്മൾ വെച്ച് നമ്മൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുവാണ് കൊടൈക്കനാൽ ടൗണിലേക്ക്. കൊടൈക്കനാൽ ടൗണിലെത്തി നമ്മൾ ലഞ്ചും കഴിച്ച് നേരെ നാട്ടിലേക്ക് വിടാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മളിനി കൊടൈക്കനാൽ എവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്നൊക്കെ നമ്മൾ നെറ്റിൽ നോക്കുന്നുണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ മന്നവന്നൂർ വില്ലേജിൽ കയറിയിട്ടുണ്ട്. മന്നവന്നൂർ നമ്മൾ കാണിച്ചില്ലായിരുന്നു. അപ്പോൾ ഇതാണ് മന്നവന്നൂർ വില്ലേജ്. നമ്മളങ്ങനെ കൊടൈക്കനാൽ ടൗണിലുള്ള ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട്. മാർക്കറ്റിനോട് ചേർന്നുള്ളൊരു ഹോട്ടൽ. നമ്മൾ എല്ലാവരും മട്ടൻ ബിരിയാണിയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമ്മളവിടുന്ന് ഫുഡും കഴിച്ച് നമ്മളങ്ങനെ നേരെ തിരിച്ച് നാട്ടിലേക്ക്. നമ്മുടെ ട്രിപ്പെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പം നാട്ടിലേക്ക് പോവുകയാണ്. ഇപ്പം ഭക്ഷണം കഴിച്ച് എല്ലാം കഴിഞ്ഞ് നമുക്ക് വാങ്ങേണ്ട സാധനങ്ങളെല്ലാം കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി നമ്മളിപ്പോൾ ഇനി നാട്ടിലേക്ക്. പാട്ടി എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? അല്ലേ, എൻജോയ് ചെയ്തോ? കുട്ട ഗംഭീരം. വാസു ഉണ്ടായിരുന്നു? ആണോ പൊന്നോട്ടാ? ഓക്കെ, നമ്മളപ്പോൾ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ പറഞ്ഞോ.